ഹായ് എവരിവൺ, വെൽക്കം ടു പ്രിയാസ് മാത്സ് വേൾഡ്. 2021 മാർച്ച് മാസം 14 തീയതിയോടുകൂടി +2 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം മാർച്ച് 8 തീയതിയോടുകൂടി നിങ്ങളുടെ മോഡൽ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. 8 തീയതി മാത്സ് എക്സാം ആയിരുന്നു. അതിൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ആൻസർ കീ അതിനു വേണ്ടിയിട്ട് എല്ലാ കുട്ടികളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കാരണം ഫോക്കസ് ഏരിയയിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നത്. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ അതും വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ചില 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ അല്പം നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നു. എങ്കിലും നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിലാകെ 29 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 മാർക്കും, 11 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 4 മാർക്കും, ബാക്കി 23 മുതൽ 29 വരെയുള്ള 6 മാർക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒരു ചോയ്സ് ഒന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം, ആൻസർ ചെയ്യാം. എല്ലാം കൂടെ നമുക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് x if determine 2x 4 6x equal to 2 4 determine 2 4 5 1. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ മെട്രിക്സ് ആണെന്ന് കരുതി മെട്രിക്സ് രീതിയിൽ ഡയറക്റ്റ് കണ്ടുപിടിച്ചേക്കാം. അതല്ല, ഇത് നോക്കണത് വരെ മാത്രമേ ഉള്ളൂ, ഒരു കുലു പോലില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം ഇത് ഇക്വേറ്റ് ചെയ്യാൻ. 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ 2x², ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൈനസ് 24 6 × 4 24 ഈക്വൽ ടു ഇവിടെ 2 × 1 2 മൈനസ് 5 × 4 20. 2x². ഈ 24 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ -24 + 24 ആവും, +2 -20 26 -26. 2x² എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ x² = 6/2 3 എന്ന് കിട്ടും. അപ്പൊ x എന്ന് പറയുന്നത് √3. x = +/- √3. ഇതാണ് ആൻസർ. ഇത്ര എഴുതിയാ വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A = matrix 3 1 -2 1. ഒന്നാമത്തെ പാർട്ട്, ഫൈൻഡ് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കോഫാക്ടർ ഒന്നും എടുക്കേണ്ട. ഇത് 2/2 ഓർഡർ മെട്രിക്സ് ആണ്. 2/2 ഓർഡർ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഈ ഡയഗണൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇന്റർചേഞ്ചിങ് ദിസ് മെയിൻ ഡയഗണൽ ആൻഡ് ദിസ് ഡയഗണൽ നമ്മൾ നെഗറ്റീവ് ഓഫ് ദാറ്റ് എലിമെന്റ്സ്. അപ്പൊ ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്നുള്ളത് ഈ 1 ഇവിടെ വരും, 3 ഇവിടെ വരും. ഇനി ഇതിന്റെ നെഗറ്റീവ് ഇവിടെ -2 ആയിരുന്നു, അപ്പൊ നമ്മൾ +2 എഴുതുക. ഇവിടെ 1 ആയിരുന്നു, -1 എഴുതുക. ഇത്രയേ ഉള്ളൂ അഡ്ജോയിന്റ് എഴുതാൻ. അപ്പം ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് A × അഡ്ജോയിന്റ്. അപ്പൊ A × അഡ്ജോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ന് പറയുന്ന മെട്രിക്സ് 3 1 -2 1, അഡ്ജോയിന്റ് 1 -1 2 3. നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5i എന്നാണ് കിട്ടുന്നത്. I is a unit matrix of the same order. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമിന് മൾട്ടിപ്ലൈ 3 × 1 + 1 × 2. അപ്പൊ 5 എന്ന് കിട്ടും. 3 × -1 + 1 × 3 -3 + 3 0 ആണ് കിട്ടുന്നത്. -2 × 1 -2 1 × 2 -2 ഇത് +2 0 കിട്ടും. then -2 × -1 +2 1 × 3 3 1 2 + 3 5 കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് 5005നെ നമുക്ക് 5 ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ വെളിയിൽ എടുക്കുകയാണെങ്കിൽ 1001. ഇതൊരു യൂണിറ്റ് മെട്രിക്സ് ആണ്. 5i എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടും. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് k so that the function fx = kx² if x less than or equal to 3 if x greater than 2 is continuous at x = 2. ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ആ പാർട്ട് കണ്ടിന്യൂറ്റിയുടെ പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കണ്ടിന്യൂസ് at x = 2 തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇന്റർവൽ അത് അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആയിരിക്കും. LHL = RHL =
വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ x ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് LHL നിന്ന് കണ്ടുപിടിച്ച് നോക്കാം. LHL എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ 2 മൈനസ് മീൻസ് എക്സ് ലെസ് ദാൻ 2 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കെ എക്സ് സ്ക്വയർ എന്നാണ്. അപ്പൊ നമ്മള് അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 കെ എക്സ് സ്ക്വയർ. അപ്പോഴെന്ത് കിട്ടും? ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ കെ ഇൻറ്റു 4 സ്ക്വയർ 2 സ്ക്വയർ. അപ്പം കെ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4k എന്ന് കിട്ടും. അതൊന്നും കൊടുക്കുക. ഇനി RHL എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3 എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ ആ കോൺസ്റ്റന്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 2 എന്നാണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ 2 ഫംഗ്ഷൻ കെ എക്സ് സ്ക്വയർ. അപ്പൊ ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്താണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് LHL ഈക്വൽ ടു RHL അല്ല. LHL എന്ന് പറഞ്ഞാൽ 4k, RHL എന്ന് പറയുന്നത് 3. അപ്പൊ k എന്ന് പറയുന്നത് 3/4. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. 3 മാർക്ക് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ അത് തേർഡ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ മീൻ വാല്യൂ തിയറം. ആ ചാപ്റ്ററിലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റി ലാസ്റ്റ് പാർട്ടാണ് മീൻ വാല്യൂ തിയറം. അപ്പം എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ഇൻ ദ ഇന്റർവൽ 1-4, ക്ലോസ്ഡ് ഇന്റർവൽ 1-4. ഈ ക്ലോസ്ഡ് ഇന്റർവൽ 1-4 ഈ ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യുന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അപ്പൊ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് in the closed interval AB and differentiable in the open interval AB. Then there exists a C such that f dash C is equal to C belongs to open interval AB എന്ന് പറയുന്നത്. ഇവിടെ 1-4 വരണം. FB minus FA divided by B minus A എന്നാണ്. ഇതാണ് മീൻ വാല്യൂ തിയറം. അപ്പൊ നമുക്ക് ആദ്യം ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. എഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണിത്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഇൻ ദിസ് ക്ലോസ്ഡ് ഇന്റർവൽ 1-4. ഇനി എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 4 into x in derivative 1, അപ്പൊ 4. അപ്പൊ 2x minus 4 is defined or exist in the open interval 1-4. അപ്പൊ നമുക്ക് പറയാം ഇത് therefore fx is differentiable. Then there exists a C in the open interval 1-4 such that എന്തായിരിക്കും എഫ് ഡാഷ് സി എന്ന് പറയുന്നത് ഇവിടെ എഫ് ഡാഷ് എക്സ് 2x minus 4. അപ്പൊ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ 2c minus 4 ആയിരിക്കും ഈക്വൽ ടു എഫ് ബി. ബി എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പം എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1, എ എന്ന് പറയുന്നത് 1 ആണ്, 4 minus 1 എന്നായിരിക്കും. അപ്പൊ ഇവിടെ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ നമ്മൾ 4 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 4 സ്ക്വയർ. അപ്പൊ ഇവിടെ എഫ് ഓഫ് 4 നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കുന്നു. ഇവിടെ 4 സ്ക്വയർ minus 4 into 4 minus 3. So 4 square is 16. 4 into 4 is also 16. 16 minus 16 0. ബാക്കി വരുന്നത് minus 3 വരുള്ളൂ. f of 1 എന്ന് പറയുന്നത് ഇവിടെ 1 കൊടുക്കും. 1 square is 1 minus 4 into 1 is 4 minus 3. അപ്പൊ എന്ത് വരും? minus 1 minus 7 എന്ന് പറഞ്ഞാൽ minus 6 വരും. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് f of 4 എന്ന് പറയുന്നത് minus 3 minus 6 divided by 4 minus 1 is 3. അപ്പം minus 3 മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരും. ഇങ്ങനെ അപ്പൊ minus 3 plus 6 എന്ന് പറയുന്നത് 3 ആണ്. 3/3 is 1. അപ്പൊ നമുക്ക് 2c minus 4 എന്ന് പറയുന്നതാണ് 1 കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ 2c is equal to ഈ 4നെ കൂടെ റൈറ്റ് സൈഡ് കൊടുക്കുമ്പോൾ 1 plus 4 5 എന്ന് കിട്ടും. അപ്പം c is equal, therefore c is equal to 5/2. 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 2.5 belongs to this open interval 1-4 അല്ലേ. 1 4 ഉള്ള എല്ലാ വാല്യൂസും. അപ്പൊ 2.5 belongs to 1-4. Therefore mean value theorem is verified. വളരെ സിമ്പിൾ ആയിട്ട്
എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഫോക്കസ് ഏരിയയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ ക്വസ്റ്റ്യൻ തന്നെയാണിത്. വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻ വാല്യൂ തിയറം വെച്ച് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, radius of a circle increasing uniformly at the rate of 5 cm per second. Find the rate at which the area of the circle is increasing when the radius is 8 cm. ഇത് അതിന്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അപ്പൊ ഇവിടെ റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. അപ്പൊ dr/dt എന്ന് പറയുന്നതാണ് 5 cm per second എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 8 cm. അപ്പൊ ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ നമുക്കറിയാം. അപ്പൊ റേറ്റ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ da/dt ഈക്വൽ ടു നമ്മള് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് പൈ ഇസ് എ കോൺസ്റ്റന്റ്, ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു dr/dt ആണ്. അപ്പൊ 2πr ഇൻറ്റു dr/dt. dr/dt ഇവിടെ തന്നിട്ടുണ്ട് 5 എന്ന്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ r is equal to 8 cm എന്നാണ്. അപ്പൊ r ഇവിടെ നമ്മള് 2π ഇൻറ്റു r നമ്മൾ 8 കൊടുക്കുമ്പോൾ 8 times 5 are 40, 80 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഏരിയ. ഇതായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയയിൽ വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് PQ where P and Q are the points 1, 2, 3, 4, 5, 6. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് PQ എന്ന് പറയുമ്പോൾ നമുക്ക് വെക്ടർ PQ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ P യും Q പോയിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പോയിന്റ്സ് തരുവാണെങ്കിൽ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് P is I plus 2j plus 3k എന്നും പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് Q is 4i plus 5j plus 6k. അപ്പം PQ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കണ്ടുപിടിക്കുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് PV of Q മൈനസ് PV of P ആണ്. പൊസിഷൻ വെക്ടർ ഓഫ് Q മൈനസ്, അപ്പൊ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് Q എന്ന് പറഞ്ഞാൽ 4i cap plus 5j cap plus 6k cap മൈനസ് i cap plus 2j cap plus 3k cap. ഇത് മൈനസ് 4i മൈനസ് i എന്ന് പറഞ്ഞാൽ 3i cap plus 5j മൈനസ് 2j 3j cap plus 6k മൈനസ് 3k എന്ന് പറഞ്ഞാൽ 3k cap. ഇതാണ് വെക്ടർ PQ. അപ്പൊ യൂണിറ്റ് വെക്ടർ അലോങ് ഓർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് PQ എന്ന് പറയുമ്പോൾ നമുക്ക് വെക്ടർ PQ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ PQ എന്നാണ്. അപ്പൊ വെക്ടർ PQ എന്ന 3i cap plus 3j cap plus 3k cap ആണ്. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ PQ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് ഇതിന്റെ കോഎഫിഷ്യന്റ്സിന്റെ സ്ക്വയർസിന്റെ സം അല്ലെ, എല്ലാം 3 വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലായിടത്തും ഒരു 3 കോമൺ ആണ്. 3 ഇൻറ്റു i cap plus 3j cap plus 3k cap എന്നെടുക്കാം. ഇത് റൂട്ട് 27 ആണ്. റൂട്ട് 27 നമ്മൾ റൂട്ട് 9 ഇൻറ്റു 3 നമുക്ക് എടുക്കുമ്പോൾ root 9 is 3 into root 3. So 3 cancel. Upon unit vector in the direction of PQ is I plus 3j plus 3k divided by, sorry, 3 illa 3 ohm eduthu by root 3 ennu. Idana unit vector. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള വളരെ ഇത് എപ്പോഴും ചോദിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Find the vector and Cartesian equation of the planes that passes through the point 1, 4, 6 and normal vector to the plane is I minus 2j plus k. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ which passes through a point and is perpendicular to a vector എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് r bar minus a bar dot n bar, where a bar is the position vector of the point and n bar is the vector normal to the plane. അപ്പോൾ നമുക്ക് r bar minus, അപ്പോൾ a bar എന്ന് പറയുന്നത് ഇവിടെ 1, 4, 6 ആണ് പോയിന്റ് തന്നിരിക്കുന്നത്. അപ്പം i cap plus 4j cap plus
6k cap dot I cap plus minus 2j cap plus k cap. അപ്പൊ ഇതാണ് വെക്ടർ ഇക്വേഷൻ. ഇത്ര എഴുതിയിട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം പാസിംഗ് ത്രൂ ദ പോയിന്റ് നമ്മൾ എടുക്കുന്ന x1 y1 z1 ആണ്. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുമ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് a into x minus x1 plus b into y minus y1 plus c into z minus z1, where a, b, c are the coefficients of the vector normal to the plane and x1 x2 a point ആണ് y1 x1 y1 എന്ന് പറയുന്നത്. അപ്പൊ a എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്നു ഇക്വേഷൻ അല്ലേ, ഈക്വൽ ടു 0. അപ്പം വിച്ച് ഈസ് ഇംപ്ലൈസ് a എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? അപ്പം 1 into x minus x1 എന്ന് പറയുന്നത് ഇവിടെ ആ പോയിന്റ് 1 പ്ലസ് y എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്. -2 into സോ y അല്ല b, y minus y1 എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് c എന്ന് പറയുന്നത് 1 into z minus 6 ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് x minus 1 minus 2y minus into minus plus 2 into 4 8 plus 1 into z minus 6 equal to 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മളെ എക്സ് വൈ ടേംസ് ഒക്കെ ഒന്നിച്ച് എഴുതാം. പ്ലസ് z -1 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ -7 ആണ് അല്ലേ, അല്ലെങ്കിൽ ഇത് -1 -6 എന്ന് പറഞ്ഞാൽ -7 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ +1 ആണ്. +1 ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാലും മതി. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ഫോക്കസ് ഏരിയയിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണിതും. അപ്പം 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. അപ്പം സൈൻ ഇൻവേഴ്സ് 1/√2 നമുക്ക് തീറ്റ എന്ന് കൊടുക്കുവാണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/√2. അപ്പൊ തീറ്റയുടെ ഏത് വാല്യൂലാണ് 1/√2? ഏത് ആംഗിളിനാണ് സൈനിന്റെ വാല്യൂ 1/√2 വരുന്നത്? π/4. സോ വിച്ച് ഇസ് തീറ്റ ഇസ് ഈക്വൽ ടു π/4 അല്ലെ. അപ്പൊ ഇതാണ് സൈൻ ഇൻവേഴ്സ് 1/√2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ട് ഈസ് ഇവാലുവേറ്റ്. ഇത് ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് പോയിന്റ് അല്ല എങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ പാർട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത പാർട്ട്, അതുകൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കേണ്ടതാണ്. ഇവാലുവേറ്റ് സൈൻ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇത് നമ്മൾ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 നമുക്ക് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1 എന്ന് എടുക്കാം, 1/2 എന്ന് എടുക്കാം. പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാണ്. അപ്പൊ ഇവിടെ ടാൻ ഇൻവേഴ്സ് 1, ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ π/4 ആണ്. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2, കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 π/6 ആണ്. അപ്പൊ നമുക്ക് എൽസിയം എടുത്ത് ചെയ്യുമ്പോൾ ഇവിടെ 12 എൽസിയം വന്നാൽ 3π പ്ലസ് 12π മൈനസ് 4π മൈനസ് 2π, ടോട്ടൽ 9π/12 എന്ന് വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 3π/4 എന്നാണ് ഇതിന്റെ വാല്യൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പ്രോപ്പർട്ടീസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 1, 6 ആൻഡ് 1, 2 and 3, 6 യൂസിങ് ഡിറ്റർമിനൻസ്. അപ്പൊ നമുക്ക് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ കണ്ടു x, y, 1, പിന്നെ ഈ പോയിന്റ്സ് കൊടുത്താൽ മതി 1, 2, 1, 2, 1, 3, 6, 1 ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മള് ഡിറ്റർമിനന്റ് x 3/3 ഓർഡർ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത x into 2 - 6
minus y into 1 minus 3 plus 1 into 6 minus 6 equal to 0. അപ്പം 2 minus 6 is minus 4. Minus 4x എന്ന് വരിക. 1 minus 3 is minus 2. Minus 2 ഇവിടെ minus വരുമ്പോൾ plus 2y വരും. 6 minus 6 0. അപ്പൊ അത് ടോട്ടലി 0 ആയി പോകും. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ അപ്പുറത്തോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതായത് 2y minus 4x എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ മൈനസ് 2 സിംപ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ minus 2x plus y equal to 0 എന്ന് വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്കാണ്, വെറുതെ കിട്ടുന്നതാണ്. 3 വളരെ സിമ്പിൾ ആയിട്ടുള്ള അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. Find the general solution of the differential equation dy by dx plus y by x equal to x square. ഇത് നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഫോക്കസ് ഏരിയ എല്ലാ വേരിയബിൾ സെപ്പറബിൾ പറഞ്ഞ ഫോം മാത്രമേ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൂ. ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം dy by dx plus py equal to q എന്നാണ്. അപ്പൊ അത് ഇവിടെ തന്നിരിക്കുന്ന dy by dx plus y by x equal to x square. അപ്പൊ ഇവിടെ p യുടെ വാല്യൂ 1 by x ഉം q എന്ന് പറയുന്ന x square ആണ്. ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ solution of this equation is y into integrating factor equal to integral q into integrating factor dx plus c. ഇതാണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e raised to integral p dx ആണ്. ഇവിടെ p എന്ന് പറയുന്നത് 1 by x ആണ്. അപ്പൊ e raised to integral p dx, e raised to integral 1 by x dx എന്ന് പറയുന്നത് e raised to log x ആണ്. e raised to log x എന്ന് പറയുന്ന x ആണ്. ഈ റെസിപ്രോക്കൽ. അപ്പൊ x. അപ്പൊ നമുക്കുള്ള സൊല്യൂഷൻ y into x, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is x equal to integral q എന്ന് പറഞ്ഞ x square into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is x into dx plus c ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ x ക്യൂബ് dx എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് വരും? x raised to 4 by ഇതിന്റെ ഇന്റഗ്രൽ x raised to n plus 1 by n plus 1 അതുപോലെ x raised to 4 by 4 plus c. So yx equal to x raised to 4 by 4 plus c. ഇതാണ് ഈ നോൺ ഫോക്കസ് ഏരിയ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഇതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത പാർട്ട് ബി ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2x2 ഓർഡർ മെട്രിക്സ്. ജനറൽ എലമെന്റ് is given as a j equal to i plus j the whole square by 2. അപ്പൊ 2x2 ഓർഡർ മെട്രിക്സ് നമ്മൾ ആദ്യമേ എഴുതുക. let a is equal to a11 a12 a21 a22. ഇതാണ് നമുക്ക് ഓർഡർ അല്ലേ. അപ്പൊ നമുക്ക് ഓരോ എലമെന്റും കണ്ടുപിടിക്കും. a11 ഇവിടെ ഐക്കും ജെയ്ക്കും 1 കൊടുക്കും. 1 plus 1 2 2 square by 2 2 square by 2 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. a12 എന്ന് പറയുമ്പോൾ ഐക്ക് 1 ജെയ്ക്ക് 2 1 plus 2 the whole square by 2 3 square by 2 9 by 2. a21 എന്ന് പറയുമ്പോൾ ഇവിടെ ഐക്ക് 1 2 ജെയ്ക്ക് 1 whole square by 2 അതും 9 by 2 തന്നെയാണ്. a22 എന്ന് പറയുമ്പോൾ രണ്ടിനും 2 കൊടുക്കുക. 2 plus 2 4 4 square by 2 4 square 16 by 2 is 8. So the matrix is a11 എന്ന് പറയുന്നത് 2 9 by 2 9 by 2 8. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് if matrix a minus b d 2a minus b c equal to minus 1 4 0 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് a b c d യുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഇപ്പം സിയും ഡിയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സി എന്ന് പറയുന്നത് 5 ആണ്, ഡി എന്ന് പറയുന്നത് 4 ആണ്. അത് പ്രത്യേകിച്ചൊന്നും കാണാൻ. ഇനി എയും ബിയും മാത്രം നമുക്കൊന്ന് സോൾവ് ചെയ്താൽ അപ്പം നോക്കിയേ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ a മൈനസ് ബി is equal to എന്ന് പറയുന്ന -1 ഉം 2a മൈനസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമ്മൾ സബ്ട്രാക്റ്റീവ് ആണെങ്കിൽ a മൈനസ് a എന്ന് പറഞ്ഞാൽ മൈനസ് a b മൈനസ് ബി 0 ഈക്വൽ ടു -1. അപ്പം a is equal to 1 എന്ന് കിട്ടും. അപ്പൊ ഇവിടോട്ട് നമ്മൾ a മൈനസ് ബി is equal to -1 അല്ലേ. a മൈനസ് ബി എന്ന് പറയുന്നത് -1 ആകുമ്പോൾ എക്ക് 1 കൊടുക്കുവാണെങ്കിൽ 1 minus b is equal to -1. Minus b is equal to -1. ഇത് അപ്പുറത്തോട്ട് -1 is equal to -2. b is equal to 2. അപ്പം a is equal to 1, b is equal to 2,
C equal to 5, D is equal to 4. ഇതാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് 12th question is ABC 3 matrix തന്നിട്ടുണ്ട്. Find the value of 3A minus C and AB. അപ്പൊ 3A minus C എന്ന് പറയുമ്പോൾ നമ്മള് A നമ്മള് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ. എയിലെ എല്ലാ എലമെന്റ്സിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 times 3 6, 4 times 3 12, 3 times 3 9, 2 times 3 6 minus C എന്ന് പറയുന്ന മെട്രിക്സ് -2 5 3 4 സബ്ട്രാക്ട് ചെയ്താണ്. 6 minus -2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓർത്തോണം 6 minus -2 അപ്പൊ 6 plus 2 വരും 8 വരും. ഇവിടെ 12 minus 5 7, 9 minus 3 6, 6 minus 4 2. ഇതാണ് ആൻസർ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇത് ഒന്നാമത്തെ പാർട്ടായിരുന്നു. എ ബി, എ ഇൻറ്റു ബി കണ്ടുപിടിക്കുക പ്രൊഡക്റ്റ്. അപ്പൊ എന്ന് പറയുന്നത് 2 4 3 2, ബി ഈസ് 1 3 -2 5. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം 2 into 1 plus 4 into -2, 2 into 1 plus 4 into -2. അടുത്ത എലമെന്റ് 2 into 3 plus 4 into 5, 3 into 1 plus 2 into -2, 3 into 3 plus 2 into 5 എന്ന് പറയുമ്പോൾ ആൻസർ 2 into 1 2 -8 -6 വരും. ഇത് 2 into 3 6, 6 plus 20 26 വരും. 3 into 1 3 -4 എന്ന് പറഞ്ഞാൽ -1, 3 into 3 plus 2 into 5 ഇത് 9 plus 10 90. ഇതാണ് എ ബി എന്ന് പറയുന്ന മാട്രിക്സ്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 13th question is ഇത് നമ്മള് എപ്പോഴും പറയുന്നതാണ്, ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. ഈ tan inverse x plus tan inverse y എന്ന് പറഞ്ഞാൽ എന്താണ്? tan inverse x plus y by 1 minus xy. ഇതാണ് ഇതിന്റെ ആൻസർ അല്ലെ? ഒന്നാമത്തെ ആൻസർ ഇതാണ്. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് പ്രൂവ് ദാറ്റ് എന്നാണ്. ഇപ്പൊ tan inverse 2/11 plus tan inverse 7/24 LHS എടുത്ത് നമ്മൾ സിംപ്ലിഫൈ ആണ്. ഈക്വൽ ടു tan inverse x plus tan inverse y എടുക്കുമ്പോൾ ഇവിടെ tan inverse x plus y എന്ന് പറയുമ്പോൾ 2/11 plus 7/24 divided by 1 minus 2/11 into 7/24 അല്ലേ? അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ എൽസിയം എടുക്കുമ്പോൾ നമ്മൾ 2 into 24 48 വരും ഇവിടെ, പ്ലസ് 77 ഡിവൈഡ് ബൈ 11 tan inverse ഉണ്ട് ഇവിടെ 11 times 24. അപ്പൊ ഇവിടെ നമ്മൾ 11 times 24 എൽസിയം എടുത്തിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 264 എന്നാണ് കിട്ടുന്നത്. മൈനസ് 2 times 7 14 ഡിവൈഡ് ബൈ 11 times 24. അത് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പൊക്കോളൂ. അപ്പൊ ഇവിടെ നമ്മൾ tan inverse which is equal to 48 plus 77 എന്ന് പറയുമ്പം 125 ആവും. ഇവിടെ 264 minus 4 250. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 ഇവിടെ 2 ഈക്വൽ ടു tan inverse 1/2 അല്ലെ? അതല്ലേ RHS എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഈ പ്രോപ്പർട്ടി വെച്ച് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. y is equal to find dy by dx. First question is y is equal to sin cos x square. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലേ? ചെയിൻ റൂൾ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ dy by dx എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. അപ്പൊ ഇതിനെ നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ sin x ന്റെ ഡെറിവേറ്റീവ് cos, ഇവിടെ cos x square. എന്നിട്ട് ഇനി ബ്രാക്കറ്റ് ഉള്ളതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. കാരണം ചെയിൻ റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഇൻറ്റു dy by dx ഓഫ് cos x square. അപ്പം cos x square ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x എന്ന് പറയുന്നത് മൈനസ് സൈൻ x ആണ്. ഇവിടെ x സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ മൈനസ് സൈൻ x സ്ക്വയർ എന്ന് എഴുതണം. എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഉള്ളതിന്റെ ഡെറിവേറ്റീവ് x സ്ക്വയർ ഡെറിവേറ്റീവ് ഇൻറ്റു 2x. അപ്പൊ നമ്മൾ ആൻസർ മൈനസ് 2x ഇൻറ്റു സൈൻ x സ്ക്വയർ ഇൻറ്റു cos x സ്ക്വയർ. ഇതാണ് ആൻസർ. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ. ഇതും നമ്മള് ക്ലാസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡയറക്റ്റ്
ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ, എല്ലാ ടേമിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ടേം ബൈ ടേം. 2x ഡെറിവേറ്റീവ് എക്സ് ഡെറിവേറ്റീവ് 2x ആണ്, പ്ലസ് ഇത് രണ്ടും ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് വൈ സ്ക്വയർ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് റെസ്പെക്ട് എക്സിലായിരുന്നു നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എഴുതും. ഈക്വൽ ടു 0 ഡെറിവേറ്റീവ് 0 തന്നെയാണ്. അപ്പൊ നമ്മൾ എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സിന്റെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചെഴുതുക. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടെ ഒരു എക്സ് പ്ലസ് ഇവിടെ 2y ഉണ്ട്, ഇതൊന്നിച്ചെഴുതി പ്ലസ്. അപ്പൊ ഇതിനെ ബാക്കിയുള്ളതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ -2x മൈനസ് y എന്ന് വരും. അപ്പൊ മൈനസ് ഓഫ് 2x പ്ലസ് y എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2x പ്ലസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y. ഇത്രയേ ഉള്ളൂ. ക്ലാസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ fx. ഇത് നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ fx തന്നിട്ടുണ്ട് sin x പ്ലസ് cos x in 0 in the interval 0π/2. അപ്പൊ നമ്മൾ f' ആദ്യം fx തന്നിട്ടുണ്ട് sin x പ്ലസ് cos x. അപ്പൊ f' കണ്ടുപിടിക്കുക. ആദ്യം മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. നമ്മൾ ആദ്യം f' കണ്ടുപിടിക്കും. അതിനെ 0 ഡിക്കേറ്റ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ എക്സിന്റെ വാല്യൂ നമ്മൾ fxൽ കൊടുക്കുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പം ഇവിടെ f' എന്ന് പറഞ്ഞ sin x ഡെറിവേറ്റീവ് cos x ന്റെ മൈനസ് sin x അല്ലെ. f' ഇക്വേറ്റിംഗ് ടു 0 implies cos x മൈനസ് sin x ഈക്വൽ ടു 0. implies എന്താണ്? cos x ഈക്വൽ ടു sin x എന്നാണ്. cos x നും sin x നും വാല്യൂ ഈക്വൽ ആയിട്ട് വരുന്ന ഏത് ആംഗിളിലാണ്? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ sin x ബൈ cos x എന്ന് എഴുതിയാല്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് cos x എഴുതിയാല് 1 എന്ന് കിട്ടും. അതായത് tan x ഈക്വൽ ടു 1 ആണ്. x ഈക്വൽ tan ഇൻവേഴ്സ് 1. x ഏത് വാല്യൂവിലാണ് tan ഇൻവേഴ്സ് 1 എന്ന് പറയുന്ന ഏത് വാല്യൂ ആണ്? എക്സിന്റെ π/4 എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലെ. അപ്പം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇത് 0ക്കും π/2 ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. മാക്സിമം വാല്യൂ ഈസ് f ഓഫ് π/4 കണ്ടുപിടിക്കുന്നു. fx പറഞ്ഞാൽ cos x sin x പ്ലസ് cos x ആണ്. അപ്പൊ sin π/4 പ്ലസ് cos π/4. നമുക്കറിയാം sin π/4 ന്റെ വാല്യൂ 1/√2 എന്നാണെന്ന്. ഇതും അത് തന്നെ 1/√2. 1/√2 പ്ലസ് 1/√2 2/√2 അല്ലെ. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2ന് √2 × √2 എന്ന് പറയാം. അപ്പം ഇത് നമുക്ക് √2 എന്ന് ആൻസർ കിട്ടും. ഇതാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ. അതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇന്റർവൽസ് in which the function fx equal to x square plus 2x minus 5 is increasing or decreasing. അപ്പൊ നമ്മൾ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് കണ്ടുപിടിക്കണം. ആദ്യമേ നമ്മൾ fx എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെക്കൻഡ് പാർട്ട് x square plus 2x minus 5 എന്നാണ്. അപ്പൊ f' ആദ്യമേ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. f' എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. അപ്പൊ 2x plus 2 f' equal to 0 കേറ്റ് ചെയ്യുമ്പോൾ 2x plus 2 equal to 0 implies 2x equal to minus 2, x is equal to minus 2/2 എന്ന് പറഞ്ഞാൽ minus 1 അല്ലേ. അപ്പൊ നമ്മള് ഇങ്ങനൊരു മൈനസ് ഇങ്ങോട്ട് പോകുന്നു ഇൻഫിനിറ്റി, ഇങ്ങോട്ട് പോകുന്നു മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ -1. അപ്പൊ നമ്മൾ fxന്റെ വാല്യൂ ഇന്റർവൽ value of function in the interval nature. അപ്പൊ നമുക്കറിയാം f' ന്റെ വാല്യൂ പർട്ടിക്കുലർ ഇന്റർവെലില് ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിക്രീസിംഗ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർവൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എടുക്കുന്നത് -∞ to -1. അപ്പൊ നമ്മൾ ഈ -∞ -1 ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ക്ലോസ് ഇന്റർവൽ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഈ ഫംഗ്ഷന്റെ വാല്യൂ f' വാല്യൂ ഓഫ് f' ആണ്. വാല്യൂ ഓഫ് f'. f' എന്ന് പറഞ്ഞാൽ 2x plus 2 അല്ലേ. അപ്പൊ നമ്മൾ ഇതിന് ഇടയ്ക്കായിട്ടുള്ള ഒരു വാല്യൂ എടുക്കുക. -2 എന്ന് പറയുന്നതിന് ഇടയ്ക്ക് വരുന്ന വാല്യൂ -2 ഇവിടെ കൊടുത്താല് 2 × -2 plus 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 × -2 plus 2
എന്ന് പറഞ്ഞാൽ -4 + 2 -2 എന്നാണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് നമുക്ക് വാല്യൂ ഒന്നും വേണ്ട. നെഗറ്റീവ് ഇതിനിടയ്ക്കുള്ള ഏത് വാല്യൂ എടുത്താലും f'(x) നെഗറ്റീവ് ആയിരിക്കും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ ഇന്റർവെല്ലില് ഡിക്രീസിങ് ആയിരിക്കും. -∞ to 1 ഇത് ഡിക്രീസിങ് ആയിരിക്കും. 1 to ഇനി -1 to ∞ നോക്കാം. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഇപ്പൊ 0 എന്ന് പറഞ്ഞ വാല്യൂ ഇതിനിടയ്ക്ക് വരുന്നതാണ്. 0 കൊടുക്കുമ്പോൾ f'(x) 0 കൊടുക്കുമ്പോൾ 2 × 0 + 2 പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അതുപോലെ ഏത് വാല്യൂ കൊടുത്താലും ഈ ഇന്റർവെല്ലിൽ കൊടുക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഫൈൻഡ് ദ ഇന്റർവെൽ. ഈ രണ്ട് ഇന്റർവെൽ ഇതിലെ ഈ ഇന്റർവെൽ ഇത് ഡിക്രീസിങ് ആയിരിക്കും. -1 to ∞ ഇത് ഇൻക്രീസിങ് ആയിരിക്കും. ഇതാണ് ഈ 15ാമത്തെ ക്വസ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ തന്നെയാണ്. അപ്പം ഇതിന്റെ ബാക്കി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ, കാരണം വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. രണ്ടാമത്തെ പാർട്ടിലാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 19ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസർ കീ സെക്കൻഡ് പാർട്ടിലാണ്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ കണ്ട് നിങ്ങളെല്ലാം പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.